പാതിവില തട്ടിപ്പിൽ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണൻ ചെയർമാനായ ഇടപ്പള്ളിയിലെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. പണം നൽകിയിട്ടും സ്കൂട്ടർ ലഭിക്കാത്തവരാണ് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഈ വാർത്ത, ഇതിൻ്റെ തട്ടിപ്പ് പരമ്പരയായി കൈരളി ന്യൂസാണ് പുറത്തു കൊണ്ടുവരുന്നത്. തുടർന്ന് ഇത് വലിയ അർത്ഥത്തിൽ നിക്ഷേപകരുടെ ആശങ്കകൾ നാട് പങ്കുവെക്കുന്നൊരു സാഹചര്യമായിരുന്നു. ഇതാ സമരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു തട്ടിപ്പ്, അതിനെതിരെ ഉമേഷ്. അതെ അജിംഷാദ്, അതെ, ആ തട്ടിപ്പ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഈ കാണുന്നതാണ് എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൈൻ എന്ന് പറയുന്ന സ്ഥാപനം ഓഫീസ്. ഇവിടം കേന്ദ്രീകരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. കാരണം ഇതിന് മുൻപ് തന്നെ അത് വാർത്തയായതാണ്. കാരണം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഈ പാതി വിലയ്ക്ക് സ്കൂട്ടറും മറ്റ് ലാപ്ടോപ്പ്, സോളാർ അടക്കം ഉള്ള ഉപകരണങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് പകുതി വില പലരിൽ നിന്നും പിരിക്കുകയും മാസങ്ങൾ പിന്നിട്ടിട്ടും ആ പണമോ ഇവരിൽ നിന്ന് വാങ്ങിയ പണമോ അല്ലെങ്കിൽ സ്കൂട്ടറോ തിരികെ നൽകാതെ കബളിപ്പിക്കപ്പെട്ടതായുള്ള വിവരം അന്ന് അത് വലിയ വാർത്തയായപ്പോൾ പലരും ചെക്ക് നൽകിയൊക്കെ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. എൻ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ചെക്ക് അടക്കം നൽകിക്കൊണ്ട് ആ പ്രശ്നത്തിൽ തടിയുരാൻ ശ്രമിച്ചു. പക്ഷേ അത് കഴിഞ്ഞിപ്പോൾ ഏതാണ്ട് ഒരു വർഷമാകുന്നു. ഇപ്പോഴും പണം കിട്ടാത്തവർ നിരവധിയുണ്ട് എന്നുള്ളതാണ്. എനിക്ക് പിറകിൽ കാണുന്ന ഇവരെല്ലാം ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടവരാണ്. അവർ ഇപ്പോൾ ഈ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് അവർ തങ്ങൾ നൽകിയ പണം എങ്കിലും തരിക, അതല്ലെങ്കിൽ സ്കൂട്ടർ ഇത് തരിക എന്ന് പറഞ്ഞ് ഈ ഓഫീസിലെത്തിയപ്പോൾ കണ്ട കാഴ്ച, അതിലേക്കും പോകാം. ഇപ്പോൾ ഇന്ന് ഓഫീസ് അവധി എന്ന് പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ 10 മണി മുതൽ 4 മണി വരെയാണ് ഈ ഓഫീസിൻ്റെ പ്രവർത്തനമെന്ന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇന്ന് ഓഫീസ് അവധി എന്ന് എഴുതി വെച്ച് പലരും മുങ്ങിയിരിക്കുകയാണ്. പലപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ ആരും എടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഈ പ്രതിഷേധവുമായി എത്തിയവരിലേക്ക് തന്നെ നമുക്ക് പോകാം. നിങ്ങൾ എത്ര നാളായി പണം കൊടുത്തിട്ട്? ഞങ്ങളിപ്പോൾ 2 വർഷം കഴിഞ്ഞു. 2024 മാർച്ചിൽ 16-ാം തീയതി ഞങ്ങൾ പൈസ അടച്ചത്. പൈസ അടച്ചതിന് ശേഷം വണ്ടികൾക്ക് തരാമെന്ന് പറയും. അങ്ങനെ ഓരോ ഗഡുക്കൾ വരുമ്പോഴും അടുത്ത മാസം ഇന്ന 10-ാം തീയതി എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞേക്കലാണ് പതിവ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇതുപോലെ തന്നെ സംസാരിക്കുമ്പോഴും പറയും അടുത്ത മാസം. ഞങ്ങൾ ഇങ്ങനെ പല മാസങ്ങളും ഇങ്ങനെ കാത്തിരുന്നു. നമുക്ക് വണ്ടിയുമില്ല, നമ്മുടെ പൈസക്കും ഒരു അറിവില്ല. നമ്മൊരു കഴിഞ്ഞ ജാനുവരിയിൽ ഇവിടെ വന്ന് ഈ പ്രശ്നം നടക്കണേക്ക് മുന്നേ ജാനുവരിയിൽ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ ബുക്ക് ചെയ്തത് ഹോണ്ട ആക്റ്റീവാണ്. അപ്പോൾ ആ വണ്ടി ഇനി ആ കമ്പനി കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആക്സിസിൻ്റെ വണ്ടി സുസുക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം നിന്നാൽ സുസുക്കിയെങ്കിൽ അത് വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങളത് പറഞ്ഞുകൊണ്ട് പോയി. പക്ഷേ ഈ നാൾ വരെ നമുക്ക് ആ വണ്ടിയെ കുറിച്ചോ അറിവോ ഒന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ എല്ലാം റെഡി ആവുമെന്ന് പറഞ്ഞു വിടലല്ലാണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു ഇത് തരുന്നില്ല. അപ്പോൾ വണ്ടി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് 15 രൂപ ഇട്ട് തരാം, നിങ്ങളൊരു 16 നമ്മളുടെ കയ്യിൽ നിന്ന് ഒന്നും കൂടി ഇട്, എന്നിട്ട് നമുക്കൊരു വണ്ടി ഇറക്കി തരാമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വരെ ഞങ്ങൾ ആ പൈസ എടുത്തു വെച്ച്, ഇല്ലാത്ത പൈസ ഞങ്ങൾ ബാങ്കിൽ നിന്ന് കടമെടുത്ത് വെച്ചിട്ട് പിന്നെ അവരെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. എല്ലാ നമ്പറിലും കോൺടാക്ട് ചെയ്യുന്ന എല്ലാ നമ്പറിലേക്കും നമ്മൾ വിളിച്ചു. പക്ഷെ അവർ ഫോൺ എല്ലാവരുടെയും അവസ്ഥ തന്നെയാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഇന്ന് ചെക്ക് നിങ്ങൾക്ക് നൽകിയിരുന്നോ? ചെക്ക് ഒരു ഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതെന്താ പൈസയാക്കാൻ പറ്റിയില്ലേ? ഇല്ല, ചെക്ക് മടങ്ങി. ഇവർ ഇതിന് എത്രാം തീയതിയാണ്? 19-ാം തീയതി തരുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ 8-ാം തീയതി തരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം 8-ാം തീയതി, ജനുവരി 8-ാം തീയതി തരാം. 8-ാം തീയതി വരും. ഇവിടെ കിട്ടാതെ വന്നാൽ വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് 13-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 8 മണിക്കുള്ളിൽ ഇട്ടേക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് 13 കഴിഞ്ഞില്ലേ, ഇന്ന് 14 ഇവിടെ വന്നാൽ വീണ്ടും. അന്ന് ഞാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു 4 പ്രാവശ്യമായിട്ട് ഇട്ടേക്കാം, 10 ദിവസം ഗ്യാപ്പിൽ ഇട്ട് തരാമെന്നാണ് പറഞ്ഞത്. അന്നോടെ ഈ പറഞ്ഞതുപോലെ 2 വർഷമായി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കണം. ചേച്ചിയും സ്കൂട്ടർ വാങ്ങാൻ തന്നെയാണ്? അല്ല, സോളാർ വാങ്ങിക്കാനാണ് വന്നത്. ഞങ്ങൾ 25,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് ചെക്ക് തന്നതാണ്. അതിൻ്റെ ബൗൺസ് ആയി കഴിഞ്ഞപ്പോൾ 2ാമത് ചെക്ക് തന്നു. 2ാമത് ചെക്ക് തന്നു, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു. ഇപ്പോഴും വിളിച്ചാലും ഫോൺ എടുക്കൂല അവർ. ഇന്നിപ്പോൾ ഈ ഓഫീസിൽ വന്നപ്പോൾ ഇത് അവധി എന്നാണ്. അത് നേരത്തെ നിങ്ങൾ ഇവിടേക്ക് വിളിച്ചിരുന്നോ? അവരെ കിട്ടിയിരുന്നോ? നേരത്തെ വിളിച്ചിട്ടൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ അവർ ഒന്നാമത് വിളിച്ചാൽ ഫോൺ എടുക്കൂല. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ അടച്ചു ഇല്ലെന്ന് പറഞ്ഞ് എഴുതി ഇട്ടു. എന്നും ഇത് തന്നെ ഒരു ഉച്ചയാകുമ്പോൾ അടച്ചിട്ട് പോകും. ചെയർമാൻ ഇപ്പോൾ എൻ്റെ രാധാകൃഷ്ണൻ അദ്ദേഹമായിട്ട് സംസാരിക്കുക ബന്ധപ്പെടുകയോ? ഇത് തികച്ചും ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയം ഏറ്റെടുക്കേണ്ടതാണ്. ദേശീയ ഭാരവാഹിയാണെന്ന് രാധാകൃഷ്ണൻ. ഇതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന പ്രസിഡന്റ് ഏറ്റെടുക്കണം. ബി.ജെ.പിയുടെ പ്രസിഡന്റ് ഏറ്റെടുത്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അവർക്കൊന്നും മെയിൽ അയച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മെയിലൊക്കെ ബ്ലോക്കാണ്. ഞാൻ 1-2 മെയിൽ അയച്ചതാണ്. ഇതൊക്കെ അദ്ദേഹം ഇത് വളരെ ഗൗരവമായിട്ട് എടുത്തിട്ട് ജനങ്ങളുടെ പ്രശ്നമാണെന്ന് ശരിക്കും മനസ്സിലാക്കി അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് പാർട്ടി നടപടിയെടുക്കണം.
ഒരുപാട് പേര് ഇങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇങ്ങനെ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്? ഞാൻ വരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ കയ്യിൽ തന്നെ ഒരുപാട് പേർക്ക് കൊടുക്കാം. ഞാൻ ലാപ്ടോപ്പിന് വേണ്ടിയിട്ടാണ് 2024 ഒക്ടോബർ മാസം പൈസ അടച്ചാണ്. അവിടെ എറണാകുളം ടൗൺ ഹാളിൽ വന്നിട്ട് രാധാകൃഷ്ണൻ സാറൊക്കെ വന്നപ്പോഴത്തേക്കും പൈസ അടച്ചാണ്. അത് കഴിഞ്ഞിട്ട് കിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പൈസയ്ക്ക് വേണ്ടി വന്നു. അപ്പോൾ പറഞ്ഞു അക്കൗണ്ടിലേക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-4 മാസം അങ്ങനെ പോയി. പിന്നെയും തിരികെ വന്നപ്പോഴത്തേക്കും 6 മാസം കഴിഞ്ഞിട്ട് ചെക്ക് തന്നു. അത് ചെക്ക് പ്രസൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. 6 മാസം ആയപ്പോഴത്തേക്കും പ്രസൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെയും ഒരു 3 മാസം ആയപ്പോഴത്തേക്കും പിന്നെ പ്രസൻറ്റ് ഡേറ്റ് കഴിയുന്ന അവസ്ഥയായി പ്രസൻറ്റ് ചെയ്തു. ചെക്ക് ബൗൺസായി. വീണ്ടും പിന്നെ ഇവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുകയില്ല. എത്ര വിളിച്ചാലും ഫോൺ എടുക്കാറില്ല. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും തരാം എന്ന് പറയുമെന്നല്ലാതെ അതിനൊരു തീരുമാനം ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ല. ഞങ്ങളെപ്പോഴും ഇവിടെ വന്ന് തിരിച്ചു പോകുന്നതാണ് അവസ്ഥ. ഇന്ന് വന്നപ്പോൾ അവധി, ഞങ്ങൾക്ക് അവധിയുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ പറയുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ചേട്ടൻ അങ്ങനെ കുറേ നാളായോ ഈ പൈസ കൊടുത്തു? ഞാൻ 1.5 വർഷമായിട്ട് ഇത് 25,000 രൂപ സോളാറിന് എൻ്റെ ഇന്ന് പറവൂര് വഴിക്കുളങ്ങര എന്ന NSS കരയോഗത്തിൽ വച്ച് കുറേ ആളുകളുടെ പൈസ അവിടെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. അത് ക്യാഷായിട്ടാണ് വാങ്ങിയത്. അതുകൊണ്ട് ബാങ്ക് മുഖാന്തരം ഒന്നും മേടിക്കില്ല. ക്യാഷ് കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത കാശ് എവിടെ നിന്നൊക്കെയോ ഞങ്ങൾ കടം മേടിച്ച് കൊണ്ട് കൊടുത്തതാണ്. ഈ കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒന്ന് വിളിച്ച് എന്താണ് നിങ്ങളുടെ എവിടെയാണ് വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഇന്നമാതിരി വെച്ചാൽ മതി, അത് ബാങ്കിലെ വഴിയാണോ റെഡി ക്യാഷാണോ, അപ്പം ബാങ്ക് വഴിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ 1-2 പ്രാവശ്യം വിളിച്ചതല്ലാതെ പിന്നീട് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ പിന്നെ വിളിയില്ല, ഒന്നുമില്ല. അങ്ങനെ ഞാനിവിടെ ഓഫീസിൽ തിരക്കി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ നാൾ അടുത്ത മാസം എന്നും പറഞ്ഞ് ഇങ്ങനെ മടക്കി വിടും. അത് കഴിഞ്ഞ് നിവൃത്തിയില്ലാത്ത ഇപ്പോൾ എനിക്കൊരു ചെക്ക് തന്നു. ഈ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ആ ചെക്കിൻ്റെ കാലാവധി കഴിഞ്ഞ്. എന്നിട്ട് വീണ്ടും ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഈ ശനിയാഴ്ച എനിക്ക് പൈസ ഗൂഗിൾ അയക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടു. ഈ കഴിഞ്ഞ ശനിയാഴ്ചയും കഴിഞ്ഞ് ഇന്നും ബുധനാഴ്ചയും ഇതുവരെ ഒരനക്കൂല. ഞാനിപ്പോൾ പ്രായമുള്ള ഒരാളാണ്. എനിക്ക് അവിടെ നിന്ന് ഇവിടം വരെയും വരാനും ബുദ്ധിമുട്ടാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്താൽ എൻ്റെ ആവശ്യത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയ ആളാണ്. അയാൾ മഞ്ഞമ്മൽ കവലയിൽ താമസിക്കണം. അയാളുടെ വീട്ടിൽ പോയി എന്താണ് പറഞ്ഞത് ഡീറ്റെയിലും കൊടുത്താണ്. ഒരു മറുപടിയില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. എന്താണ് അദ്ദേഹം ഈ കത്ത് കൊടുത്തപ്പോൾ എന്താണ് മറുപടി ആയിട്ട് പറഞ്ഞത്? അദ്ദേഹം അവിടെ ഉണ്ടായില്ല. അദ്ദേഹം ഇലക്ഷൻ തിരക്കിലാണെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കയ്യിൽ ഈ ലെറ്ററും അതൊക്കെ കൊടുത്തതാണ്. ശാരീരികമായിട്ട് സുഖമില്ലാത്ത ആളാണ്, എനിക്ക് ഹോസ്പിറ്റലിൽ ചിലവുണ്ട്, അതുകൊണ്ട് എനിക്ക് എത്രയും വേഗം എൻ്റെ പൈസ തന്നെ അവർ പറഞ്ഞേക്കാമെന്നും പറഞ്ഞാണ്. പക്ഷേ അതിനുശേഷം ഒരു ഇതുമില്ല. ഞാൻ ഇത് ആവർത്തിച്ച് ഓഫീസിൽ വന്ന് പറഞ്ഞു. അപ്പോൾ നോക്കാം ചേട്ടാ എന്നല്ലാതെ എനിക്ക് ഇതിനകത്ത് വ്യക്തമായ ഒരു മറുപടിയും പറഞ്ഞു. ഇതുവരെ എൻ്റെ ആദർശമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, ആളെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ ചെക്ക് തന്നു. ആ ചെക്കിൻ്റെ കാലാവധി കഴിഞ്ഞ് നവംബറിലായപ്പോഴാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം വിളിക്കുമ്പം വരിക, നമുക്ക് നോക്കാമെന്നൊക്കെ പറയും. ഇവിടെ വരും. ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് ഒരു മാസത്തോളമായിട്ട് 2,000 രൂപ 3,000 രൂപ വെച്ച് പാർട്ട് പേയ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞു ഓരോ ഡേറ്റുകൾ പറയും. നമ്മൾ ആ ഡേറ്റിന് വന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഈ 2,000 രൂപയ്ക്ക് വേണ്ടി 1,500 രൂപ കളഞ്ഞുകൊണ്ട് നമ്മൾ 7 പ്രാവശ്യം ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് അവർ തരുമില്ല എന്ന് പറയുന്നില്ല, അവർ തരും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ദിവസം വന്നാലും നമുക്ക് ഈ ക്യാഷില്ല, ഒന്നുമില്ല.